ഹായ് വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് കുറച്ച് അടിപൊളിയായിട്ടുള്ള റോസ് വെറൈറ്റീസും ആയിട്ടാണ്. അപ്പോൾ ഫസ്റ്റത്തെ റോസ് എന്ന് പറയുന്നത് അമൽ എന്ന് പറയുന്ന ഈ ഒരു റോസ് വെറൈറ്റിയാണ്. ലാവൻഡർ ഷെയ്ഡും ഒരു പർപ്പിളും ഒക്കെ മിക്സ്ഡ് ആയിട്ട് വരുന്നൊരു കളറാണ്. രണ്ടാമതായിട്ട് വരുന്നത് മാർഗോ കോസ്റ്റർ വെറൈറ്റീസാണ് കേട്ടോ. മാർഗോ കോസ്റ്റർ വെറൈറ്റീന് 7 കളേഴ്സ് വരുന്നുണ്ട്. അതിലിപ്പോൾ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് 3 കളറാണ്. വളരെ റെയറായിട്ട് വരുന്ന കളറാണ് കേട്ടോ ഓറഞ്ച് എന്ന് പറയുന്നത്. എപ്പോഴും നമുക്കിങ്ങനെ എപ്പോഴും നല്ല നഴ്സറികളിൽ ഈ ഒരു പ്ലാന്റ്സ് അവൈലബിൾ അല്ല. റെഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും കിട്ടിയാലായി അങ്ങനെയാണ് കേട്ടോ. ഈ ഒരു വെറൈറ്റി നമ്മുടെ ഓൺലൈനിലാണ് നമുക്ക് കൂടുതലും. ഓൺലൈനിലാണ് ഞാൻ അധികം ആരും സെയിൽ ചെയ്യുന്നതും കണ്ടിട്ടില്ല മാർഗോ കോസ്റ്റർ ഓറഞ്ച്. അപ്പോൾ ഇത് ഈ സൈസിനുള്ള പ്ലാന്റാണ് കേട്ടോ. മാർഗോ കോസ്റ്റർ ഓറഞ്ച് ആയാലും പിങ്ക് വൈറ്റ് ആയാലും റെഡ് ആയാലും ഈ അറബാനയിൽ ഇരിക്കുന്ന ടൈപ്പാണ് കേട്ടോ. നമുക്ക് പ്ലാന്റ്സ് സെലക്ട് ചെയ്ത് ആവശ്യമുള്ള പ്ലാന്റ്സ് സെലക്ട് ചെയ്ത് മാറ്റി വെച്ചേക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഇത് കറക്റ്റായിട്ട് സൈസ് കാണിച്ചു തരാം. ഈ സൈസിനുള്ള പൂക്കളോടും മൊട്ടുകളോടും കൂടിയ പ്ലാന്റ്സ് തന്നെയാണ് മാർഗോ കോസ്റ്ററിൻ്റെ അല്ല, ഏതായാലും നമുക്ക് പൂക്കളോടും മൊട്ടുകളോടും കൂടിയ പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാം. നമ്മൾ ഔട്ട്ലെറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന വീക്ക് ബുധനാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വരാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, എന്നാണ് നിങ്ങൾക്കൊക്കെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ട്രിവാൻഡ്രത്ത് കാട്ടാക്കട അമ്പലത്തിങ്കാലാണ് ഔട്ട്ലെറ്റ് വരുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ട് വരിക കേട്ടോ. വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. അന്നേരം ഞാൻ എന്നാ വരേണ്ടതെന്നുള്ളത് പറഞ്ഞു തരാം. അപ്പോൾ ഇതാണ് മാർഗോ കോസ്റ്റർ പിങ്ക് വൈറ്റ് മിക്സ്. നല്ല ഭംഗിയാണ് കേട്ടോ. നിറയെ ഇങ്ങനെ പൂത്ത് നിൽക്കും. അടിപൊളി വെറൈറ്റിയാണ് ഈ മാർഗോ കോസ്റ്റർ എന്ന് പറയുന്നത്. പ്രത്യേകത ഒരു തരം റോസാണ് കേട്ടോ. ഇത് മാർഗോ കോസ്റ്റർ റെഡാണ് കേട്ടോ. മാർഗോ കോസ്റ്ററിൻ്റെ റെഡ് ആയാലും അടിപൊളി തന്നെയാണ് കാണാനായിട്ട്. ഇങ്ങനെ കൊടപ്പോലെ ഇങ്ങനെ വിരിയാണ്ട് ഫുള്ള് വിരിയാണ്ട് നിൽക്കുന്നതാണ്. ഒരു മൊട്ട് കൂട്ടം എന്ന് തന്നെ പറയാം. അതാണ് ഈ മാർഗോ കോസ്റ്ററിൻ്റെ റെഡും ഓറഞ്ച് ഷെയ്ഡും വരുന്നത്. മാർഗോ കോസ്റ്റർ വൈറ്റ് ഇച്ചിരി വിരിഞ്ഞ് വരുന്ന ടൈപ്പാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ള വെറൈറ്റീസ് ആയാലും അധികം അങ്ങനെ വിരിയാത്ത ടൈപ്പ് തന്നെയാണ്. നല്ല ഭംഗിയുള്ളൊരു റോസ് വെറൈറ്റി തന്നെയാണ് കേട്ടോ ഈ മാർഗോ കോസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മാർഗോ കോസ്റ്ററിൻ്റെ 3 കളറും നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട്. മാർഗോ കോസ്റ്റർ അത് കഴിഞ്ഞിട്ട് വരുന്നത് ക്രീപ്പർ ജാക്കിയാണ് കേട്ടോ. കുറേ നാളായി നമ്മൾ ക്രീപ്പർ ജാക്കി റോസ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ട്. അപ്പോൾ ഇപ്പം നമുക്ക് വീണ്ടും റീസ്റ്റോക്ക് ആയിട്ടുണ്ട്. പക്ഷേ വളരെ കുറച്ച് റോസുകൾ മാത്രം, ഒരു 15 to 20 റോസിനകത്ത് മാത്രമേ മാർഗോ കോസ്റ്റർ നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളൂ. അടുത്തതായിട്ട് ഇത് മജന്ത ബട്ടർഫ്ലൈ ആണ്. എന്തോരം പൂക്കളാന്ന് കണ്ടോ ഒരു പ്ലാന്റിലുള്ളത്. അപ്പോൾ ഇതേ സൈസിനുള്ള പ്ലാന്റ് തന്നെയാണ് നമുക്ക് സെയിലിനായിട്ടും ഉള്ളത് കേട്ടോ. നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ പൂക്കളിങ്ങനെ നിറഞ്ഞു നിൽക്കും ആ പ്ലാന്റിൽ. അത്രയ്ക്ക് അടിപൊളിയാണ്. ബഞ്ചായിട്ട് പൂക്കളുണ്ടാവും. മജന്തയും വൈറ്റും കളർ കോമ്പിനേഷൻ യെല്ലോ പൂമ്പൊടിയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ ഗാർഡനിൽ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഡാർക്ക് ഗ്രീനാണ് കേട്ടോ ലീഫുകൾക്കും വരുന്നത്. പിന്നെയുള്ളത് ഈ ഒരു ക്രീപ്പറാണ് കേട്ടോ. നമ്മൾ അധികം സെയിലിൽ കൊണ്ടുവരാത്തൊരു വെറൈറ്റി കൂടെയാണ്. ഇടയ്ക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിൻ്റെ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സാണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ടുള്ളത്. ഈ ഒരു കളർ ഷെയ്ഡിലാണ് പൂക്കൾ ഉണ്ടാവുക. വിരിയുന്ന സമയത്ത് ഈ ഒരു കളറും അതിനുശേഷം ഒരു ഡാർക്ക് ബ്ലാക്ക് പോലെ വരും. പിന്നെ ഉള്ളത് ഈ ഒരു വെറൈറ്റിയാണ് മിനിയേച്ചർ റെഡ് ഓർക്കിഡ് റോസ് എന്ന് പറയാം. മിനിയേച്ചർ റെഡ് ഓർക്കിഡ് റോസ് എന്ന് പറയാം. നല്ല ഭംഗിയാണ്. കൊലയായിട്ട് തന്നെ പൂക്കളുണ്ടാവും, ബഞ്ചായിട്ട് പൂക്കളുണ്ടാവും. ഡാർക്ക് റെഡാണ് കേട്ടോ പൂക്കളുടെ ഷെയ്ഡെന്ന് പറയുന്നത്. ഡാർക്ക് റെഡ് ഷെയ്ഡിലാണ് പൂക്കൾ ഉണ്ടാവുക. ഇതേ കണ്ടില്ലേ, ഒരു കൊലയിൽ തന്നെ നിറയെ പൂക്കളുണ്ട്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ ഡയറക്റ്റ് വാട്സപ്പിലോട്ട് വരിക കേട്ടോ. താങ്ക് യു.